നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ മാരേജ് നടത്തുന്നതെന്ന്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വെച്ചു. അതിന് നമ്മളൊരു ഇൻസിഡൻ്റ് എടുക്കുകയാണ്. ഒരു വിവാഹം നമുക്ക് ആലോചന വരുന്ന സമയം മുതൽ നമ്മളതെങ്ങനെയാണ് വിവാഹം നടത്തുന്നത് വരെ എന്നുള്ളൊരു പ്രോസസ്സ് നിങ്ങൾക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ള മാച്ച് മേക്കിങ്ങിൽ എക്സ്പേർട്ടായിട്ടുള്ള ലക്ഷ്മിയാണ്. നമ്മുടെ സമീപം ദ മാച്ച് മേക്കറിൻ്റെ എക്സ്പെർട്ട് ടീമിലുള്ള കൗൺസിലേഴ്സിനെല്ലാം ട്രെയിനിങ് കൊടുക്കുന്ന ലക്ഷ്മിയാണ് ഇന്ന് നമുക്കുള്ളത്. നമുക്കിന്ന് ലക്ഷ്മിയെ പരിചയപ്പെടാം. ഒരു റിയൽ ഇൻസിഡൻറ്റുമായിട്ട് ലക്ഷ്മി നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. മാച്ച് മേക്കിംഗ് സ്റ്റോറിയുടെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനീത്, മാച്ച് മേക്കിംഗ് കൺസൾട്ടൻ്റാണ്. എൻ്റെ കൂടെയുള്ളത് ജയലക്ഷ്മി. നമസ്കാരം ലക്ഷ്മി. നമസ്കാരം. ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സർവീസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് തോന്നി ഇത് എല്ലാവർക്കും അറിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എങ്ങനെയാണ് ഒരു പ്രൊപ്പോസൽ നോക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളൊരു വിവാഹത്തിലേക്ക് എത്തിച്ച് നൽകുന്നത് എന്നുള്ള രീതി ആൾക്കാർക്ക് കൂടുതൽ അറിയാമെങ്കിൽ പല ആൾക്കാർക്കും അതൊരു ഉപകാരമാകും. ആൾക്കാർക്ക് ഏത് രീതിയിൽ നോക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷ്മി റീസെൻ്റ്ലി നടത്തിയിട്ടുള്ള മാരേജിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം ഉപകാരപ്രദമാകും. ഒന്ന് അതിനെക്കുറിച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്യുക, ഏതെങ്കിലും ഒരു കഥയെക്കുറിച്ചിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും. എന്നതേം പോലെ തന്നെ ഈ അടുത്ത സമയത്ത് എനിക്കൊരു കോൾ വന്നായിരുന്നു, ഒരു അമ്മയുടെ ആയിരുന്നു. അപ്പോൾ ലക്ഷ്മിയാണോ എന്ന് ചോദിച്ചു. അതെ ലക്ഷ്മിയാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ കോളുകൾ പല രീതിയിൽ വരാമല്ലോ. ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് വിളിക്കുന്ന അല്ലാതെ ഉള്ള കോളുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എവിടെ നിന്നാണ് എൻ്റെ ഈ നമ്പർ കിട്ടിയത് എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ഞാൻ ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നതാണ്, എൻ്റെ മോന് കല്യാണ ആലോചന നോക്കുന്നുണ്ട്. അപ്പം പൊതുവേ ഞാൻ ക്ഷേത്രത്തിൽ വരുന്നവരുടെയൊക്കെ എല്ലാവരുടെയും പറയും മോനിങ്ങനെ കല്യാണമൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറയണം എന്നുള്ള പറയും. അപ്പോൾ അത് പറയുക മാത്രമല്ല, അമ്മ പിന്നെ അത് പറഞ്ഞു വന്നപ്പോൾ അമ്മ കരയുന്നത് പോലെയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി. അതെന്ന് വെച്ചാൽ മോളെ ഒരുപാട് നാളായിട്ട് കല്യാണ ആലോചന നോക്കുന്നു, പല സർവീസുകളിലും ബ്യൂറോകളിലും ഒക്കെ കൊടുക്കുന്നുണ്ട്, നടക്കുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ക്ഷേത്രത്തിൽ വരുന്ന ഒരു പയ്യൻ സ്ഥിരമായിട്ട് ആ ആൺകുട്ടീനെ കാണുന്നതാണ്. അപ്പം അതുപോലെ ഇന്ന് ഞാനിങ്ങനെ പറഞ്ഞു ഏതെങ്കിലും മോൻ്റെ പരിചയത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറയണേന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അമ്മയെ ഞാനൊരു നമ്പർ തരാം, അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു ഇതേതെങ്കിലും ഇങ്ങനെ സ്ഥാപനത്തിൽ ഇതാരുടെ നമ്പറാണെന്ന് ചോദിച്ചു. അമ്മ കോൺടാക്ട് ചെയ്താൽ മതി, പേര് ലക്ഷ്മി എന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ആണ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണെങ്കിൽ മോനെ ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലും പൈസ കൊടുത്തിട്ടുണ്ട്, ഇനി എനിക്ക് ഒന്നേന്ന് പോയി എവിടെയും രജിസ്റ്റർ ചെയ്യാനോ നോക്കാനോ ഒന്നും വയ്യ. അപ്പം പറഞ്ഞു ഇല്ല അമ്മ ഒന്ന് കോൺടാക്ട് ചെയ്യണം, അമ്മയ്ക്ക് ഉറപ്പായിട്ടും അവിടെ നിന്നൊരു റിസൾട്ട് കിട്ടും, എന്തായിരുന്നാലും അമ്മ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ, അവരെ വിളിച്ചതിന് ശേഷം മാത്രം അമ്മ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് അമ്മ എന്നെ വിളിച്ചത്. ഓക്കെ, അങ്ങനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു. അമ്മയുടെ മോൻ്റെ പേരെന്താണ്, ബാക്കി കാര്യങ്ങളിലേക്ക് പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് നടക്കാത്ത, കുറച്ച് നാളായി. സത്യം പറഞ്ഞാൽ മോൻ്റെ പ്രായം എത്രയാണെന്ന് ഞാൻ ചോദിച്ചു. മോൻ്റെ പ്രായം 30 വയസ്സേ ആയിട്ടുള്ളെന്ന് പറഞ്ഞു. അപ്പം പിന്നെന്താ അമ്മ ഇത്ര ടെൻഷൻ അടിക്കുന്നു, 30 അല്ലേ ആയിട്ടുള്ളൂ. അത് അങ്ങനെയല്ല, എനിക്ക് അസുഖമൊക്കെ ഉണ്ട്, അച്ഛൻ ഈ അടുത്ത സമയത്താണ് മരണപ്പെട്ടത്, എനിക്ക് മോളുണ്ട്, മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, തൊട്ടടുത്ത് അവർ വേറെ വീടൊക്കെ വെച്ച് താമസിക്കുകയാണ്, കുടുംബ വീട് കാര്യങ്ങളൊക്കെ എൻ്റെ മോനുള്ള. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ മോന് സ്വന്തമായിട്ട് വീട് സ്ഥലമൊക്കെ ഉണ്ടല്ലേ. അതെ മോന് വീട് സ്ഥലമല്ല ഉണ്ട്. അപ്പോൾ ജോലി വിദ്യാഭ്യാസം എന്നുള്ളത് ചോദിച്ചു. മോന് വിദ്യാഭ്യാസം +2 ആണ് എന്നുള്ള പറഞ്ഞു. അപ്പോൾ ജോലി വേറെ എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നുമില്ല, അവൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഗൾഫിൽ എന്തായിട്ടാണെന്ന് ചോദിച്ചു. അത് വെൽഡിങ് ആണെന്ന് പറഞ്ഞു. ജോലി മാത്രമല്ല അതിനോടൊപ്പം തന്നെ മോളെ അവൻ സ്വന്തമായിട്ട് എന്തൊക്കെയോ അവിടെ ചെയ്ത് ഈ അല്ലാതെ തന്നെ ഈ ജോലി അവൻ സ്വന്തമായിട്ട് എടുത്ത് ചെയ്തു കൊടുത്തുള്ള വരുമാനവും കണ്ടെത്തുന്നുണ്ട്. ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് മോനുള്ള ഒരു മാസം കൃത്യമായിട്ട് എങ്ങനെ പോയിരുന്നാലും കിട്ടുന്ന വരുമാനം എത്രയാണ് എന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കി. പിന്നെ മോനെങ്ങനെയാണ് കാണാൻ എന്നൊക്കെ ചോദിച്ചു. അമ്മ പറഞ്ഞ് കാണാൻ കുഴപ്പമില്ല, ഇനി എൻ്റെ മോനായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയും, മോൻ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, നല്ല മര്യാദയുള്ള ആൺകുട്ടിയാണ്. പിന്നെ ചോദിച്ചു പിന്നെ എന്ത് പറ്റി. അതെന്താണെന്ന് അറിയില്ല മോളെ, ജാതകം അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ ആയിരിക്കാം, പല സ്ഥലങ്ങളിലും കൊടുക്കുന്നതല്ലാതെ നടക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് എനിക്ക് മനസ്സിലായി, അറിയാമല്ലോ പൊതുവേ ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ, ജോലി എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പ്രൊഫഷൻ വെച്ചിട്ട് അതുവരെ എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണ്. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും വിവാഹം കഴിക്കുന്നുണ്ട്.
അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അമ്മ ഒന്ന് മോനിവിടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മ ഒന്ന് മോനെയും കൂട്ടി നേരിട്ടൊന്ന് വരിക എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ, ഞാൻ വിചാരിച്ചു ശരി അമ്മ എപ്പോഴെങ്കിലുമൊക്കെ വരുമായിരിക്കും. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ അമ്മ മകനെയും കൂട്ടി ഓഫീസിലേക്ക് വന്നു. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിയാൻ പറ്റി എന്നുള്ളതാണ്. എത്രത്തോളം ഡെപ്തിൽ അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു അത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വന്നു കണ്ടു. അപ്പോഴും ഈ അമ്മയ്ക്ക് ടെൻഷൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ പല സ്ഥലങ്ങളിലും പൈസ കൊടുത്തു, നടക്കുന്നില്ല, ഇനി ഇവിടെയും ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളത്. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള കാരണം അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുള്ള ഏതൊക്കെ സർവീസുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇതിന് മുന്നേ എങ്ങനെയാണ് നോക്കിയിട്ടുള്ളത് എന്നുള്ള കുറച്ച് കഥകളും കൂടെ ഞാൻ അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി. നമ്മളെല്ലാവരും വിവാഹ ആലോചന നോക്കുന്നവരാണ്, പക്ഷേ നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിലും എല്ലാവരും പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു എടുത്ത് ചോദിക്കുമ്പോഴാണ് എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത്. അതായത് എല്ലാവരും കുറേ പല സർവീസുകളിലും പേയ്മെൻറ്റ് അടച്ച് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അയ്യോ നടക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കുറേ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടി, ഞാനതിൽ വിളിച്ച് നോക്കി, അവരുമായിട്ട് സംസാരിച്ചു, അതൊന്നും നടക്കുന്നില്ല. കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ഇവരത് മടുക്കും. അതായത് ഇപ്പോൾ ഏത് സർവീസിൽ പേയ്മെൻറ്റ് അടച്ച് അല്ലെങ്കിൽ ചെയ്താലും കോൺടാക്ട് നമ്പർ കിട്ടുന്നു, അവരോട് സംസാരിക്കുന്നു, മടുക്കുന്നു, പിന്നെ ഒരു മടുപ്പോട് കൂടിയാണ് പിന്നെ എല്ലാവരെയും ഒന്ന് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അവരവരുടെ ജീവിതത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ എങ്ങനെയാണ് ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് തന്നെയായിരിക്കും എല്ലാവരും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതനുസരിച്ചിട്ടുള്ള റിസൾട്ടും ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ അതൊരു ജോലി ആയതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ അമ്മയുടെ അടുത്തല്ലേ നമ്മൾ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് എന്താണ് ഇത്രയും കാര്യങ്ങൾ ഇത്ര ഡെപ്ത് ആയിട്ട് അറിയാൻ? അതെ അതെ തീർച്ചയായിട്ടും. ഇങ്ങനെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അതോടൊപ്പം തന്നെ അവർ ഓഫീസിൽ വന്ന സമയത്തും അവർ കുറച്ചധികം സമയം ചിലവഴിച്ചു. കോളിനാണെങ്കിലും കുറച്ചത്. അപ്പം അമ്മ ചോദിച്ചു അതെന്താ മോള് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്നത്, മോൻ എവിടെയാണ് പഠിച്ചത്, ആള് +2 എവിടെ ചെയ്തു, ഏത് സ്കൂളിലായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, ജോലി സ്റ്റാർട്ട് ചെയ്ത എപ്പോഴാണ്, ഇപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ആ പഠിച്ച ആ ജോലി തന്നെയാണോ ആളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടോട്ടലുള്ള എക്സ്പീരിയൻസും അതിൽ തന്നെയാണോ, പിന്നെ തുടങ്ങിയ സമയം തൊട്ട് ഇപ്പോൾ ഉള്ള മാറ്റങ്ങൾ എങ്ങനെയാണ്, വരുമാനത്തിൻ്റെ കാര്യത്തിൽ, വീട് സ്ഥലമുണ്ടോ, ആ സ്ഥലത്തിന് തന്നെ പെർ സെൻറ്റിന് എത്രയാണ് വില വരുന്നത് എന്നുള്ള കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ നമുക്കൊരു കോൾ വരുന്നു, വിവാഹാലോചന നോക്കുക. അവരെ സംബന്ധിച്ച് നോർമലി വിവാഹപ്രായം എത്തുമ്പോൾ ജനിച്ച സമയം തൊട്ട് വിവാഹപ്രായം എത്തുന്ന ടൈം വരെ മോളായിരുന്നാലും മകനായിരുന്നാലും അവരുടെ ഫ്രണ്ടിലുണ്ടോ അവരെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. വിവാഹം നോക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് ജസ്റ്റ് അവരെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് മാത്രം നമുക്ക് ഒരാളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാനും വലിയ പാടാണ്. അപ്പം നമ്മൾ കൂടുതലും അതിൻ്റെ അകത്ത് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരെന്താണ്, ചെറുക്കൻ എന്താണ് അല്ലെങ്കിൽ പെണ്ണെന്താണ്, അവരുടെ ഫാമിലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അവരുടെ അസറ്റ് എന്താണ്, അവർക്ക് എത്രമാത്രം അക്വയർ ചെയ്യാൻ പറ്റി, അവരുടെ എക്സ്പീരിയൻസ് എന്താണ് തുടങ്ങി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് ഒരു പ്രൊഫൈലിലേക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണോ, ഇത് നോക്കി തുടങ്ങണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നുള്ളത്. അമ്മ കണ്ടെത്തിയ കാരണങ്ങളൊന്നും അല്ല വിവാഹം നടക്കാതിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണമെന്ന്. അപ്പം ശരി അമ്മ സമാധാനത്തോടെ പൊയ്ക്കുള്ളൂ, വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അമ്മ പോയി. പക്ഷേ അമ്മയ്ക്ക് പിന്നെ സമാധാനമില്ല. അമ്മയുടെ ചിന്തയിൽ വീണ്ടും എന്താണ് എല്ലാ സ്ഥലത്തും കൊടുക്കുന്നത് പോലെ ആയിരിക്കുമോ ഇവിടെയും എന്നുള്ളത്. പക്ഷെ തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ തന്നെ അമ്മയ്ക്ക് അങ്ങനെ അല്ല എന്നുള്ള ഒരു തോന്നി തുടങ്ങി. കാരണം അമ്മയ്ക്ക് അവിടെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് കോളുകൾ വന്നു തുടങ്ങി. അതായത് ഒരാൾ നമ്മുടെ അടുത്തുനിന്ന് സർവീസ് പേയ്മെൻറ്റ് ചെയ്ത് നമ്മുടെ സർവീസ് അക്വയർ ചെയ്തപ്പോൾ നമ്മളവരെ നിരന്തരമായിട്ട് കറക്റ്റായിട്ടൊരു ഫോളോ അപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഫോളോ അപ്പിലൂടെ അവരുടെ ഓരോരോ കാര്യങ്ങൾ, നമ്മൾ ഇവിടെ വെച്ച് പറയാത്ത കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ അവരുടെ ഓരോരോ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അവർ തരുന്ന ഡേറ്റ വെച്ച് തന്നെ നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യാൻ പറ്റി അല്ലേ, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ മാരേജ് നടക്കാൻ പറ്റാത്തതെന്ന്. എന്താണ് മെയിൻലി ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് പ്രോപ്പറായിട്ട് ഓപ്പോസിറ്റ് ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല ചെറുക്കൻ എന്താണ്, ചെറുക്കൻ്റെ അസറ്റ് എന്താണ്, ചെറുക്കൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള കാര്യം പോലും നേരെ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ആ ഒരു മനസ്സിലാക്കി എടുക്കുന്ന അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ എങ്ങനെയാണ് അല്ലേ പ്രോസസ് ചെയ്ത് ഒരു സമയമുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നാലും ശരി,
അതിനോടനുബന്ധിച്ചിട്ട് അവരൊരു പ്രാവശ്യം ഓഫീസിൽ വന്നിരുന്നാലും ശരി, അവരെക്കുറിച്ച് നമ്മൾ ആ 2 പ്രാവശ്യവും കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല പൂർണ്ണമായിട്ടും. പിന്നെ ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ നിരന്തരമായിട്ടുള്ള അവരുടെ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രം അവർ വീണ്ടും വീണ്ടും പല കാര്യങ്ങൾ അവിടെ അവരെക്കുറിച്ച് പറയാൻ തുടങ്ങും. അങ്ങനെ മനസ്സിലാക്കി എടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ചെറുക്കൻ്റെ പ്രൊപ്പോസൽ കറക്റ്റായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് കൺവേ ചെയ്തു അല്ല പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലേ. ആൾക്കാർക്ക് മെയിൻലി പറ്റുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഒരു കാര്യം ഓപ്പോസിറ്റുള്ള ഒരാളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കുന്ന ഒരു പരിമിതിയാണ് അവർക്ക്. അതായത് ഇപ്പം നമുക്കുള്ള ഫ്രീഡം ഒരു കാരണവശാലും ഈ ഗ്രൂമും ബ്രൈഡിൻ്റെയും അച്ഛനും അമ്മയ്ക്കും പരസ്പരം സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടണില്ല. ഫ്രീഡത്തിൻ്റെ കാര്യവും മാത്രമല്ല, കാരണം അവർ വിചാരിക്കും എൻ്റെ മകള് അല്ലെങ്കിൽ മകൻ ചെന്ന് കയറേണ്ട ഒരു വീടല്ലേ, ആദ്യമേ തന്നെ എല്ലാം പറയണമോ, അല്ലെങ്കിൽ പറഞ്ഞാൽ എന്ത് വിചാരിക്കും, ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒരു കോൾ ചെയ്താൽ എന്ത് വിചാരിക്കും, എന്താണ് ഓപ്പോസിറ്റ് പാർട്ടിയുടെ റിയാക്ഷൻ എന്ന് അറിയാതെ തന്നെ അവരവർ സ്വയം ഒരു തീരുമാനമെടുക്കും. അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കോൾ എടുക്കാത്തത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മൾ തന്നെ അറിയുന്നില്ല. വിളിച്ചിട്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ആലോചന നോക്കുന്നത്, ഇതാണ് അവൻ്റെ വിദ്യാഭ്യാസം, ഇതാണ് ജോലി, ഇത്രയും പറയുന്നു. ശരി, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയണേ. ഇത്രയും പറഞ്ഞെങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ +2 പഠിക്കുന്ന ഈ ചെറുക്കനെന്ന് പറഞ്ഞാൽ +2 ആണ് ക്വാളിഫിക്കേഷൻ, ഗൾഫിൽ വെൽഡിങ് ഒരു ജോബ് ചെയ്യുന്നു. ഇത്രയാണ് അവൻ പറയുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ജാതകം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെൺകുട്ടിയുടെ വീട്ടുകാരാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, പ്രോപ്പറായിട്ട് അവൻ എന്താണ്, അവൻ എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് പോയി, അവനിപ്പോൾ എന്താണ് ചെയ്യുന്നത്, അവൻ്റെ വരുമാനം എത്രയാണ്, ഇതൊന്നും മനസ്സിലാക്കാത്ത ഓപ്പോസിറ്റ് ആൾക്കാർക്ക് അതൊരു തീരുമാനം എടുക്കാനേ പറ്റത്തില്ല. ശരിയല്ലേ? അപ്പം അവിടെയാണ് വാച്ച് മേക്കർ എന്ന് അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഒക്കെ ഒരു പ്രാധാന്യം ഇരിക്കണേ. ലക്ഷ്മി ഇതൊക്കെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവരുമായിട്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്നിട്ട്? അത് കഴിഞ്ഞിട്ട് അമ്മ പോലും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും നോക്കി കൃത്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് അമ്മയ്ക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്, അതായത് എൻ്റെ മകൻ്റെ ആലോചന താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ജാതകം കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നും അധികം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ തൊട്ട് ഏകദേശം 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് ആദ്യമേ തന്നെ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോഴേ അമ്മ ആ സംസാരത്തിലൂടെ അവിടെ പറഞ്ഞ ഒരു കാര്യം കൂടെ വിട്ടുപോയി. അമ്മ നമ്മുടെയൊക്കെ എടുത്ത് ഫോക്കസ് ചെയ്തില്ലെങ്കിലും അമ്മ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെടുക്കുക, എനിക്കൊരു പാവപ്പെട്ട മോളെ മതി, നിങ്ങളുടെ മകൾക്ക് നിങ്ങൾക്ക് എന്താണുള്ളത് ഒന്നും കൊടുത്തിട്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങൾ അമ്മ വീണ്ടും അത് റിപ്പീറ്റ്, അതും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഇതാണ് പറയുന്നത്. ആദ്യമേ തന്നെ ആരും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, കാരണം ആ പോകുന്ന സമയത്തിലുള്ള അവരെടുക്കുന്ന ടെൻഷൻ കാര്യങ്ങൾ, അപ്പോൾ അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു ഓഫീസിൽ പോകുന്ന ഒരു പെട്ടെന്ന് ഒരാളെ കാണുന്നു, അവിടെ പറഞ്ഞു തീരുന്നു, അവർ ആ പേയ്മെൻറ്റ് ചെയ്യുന്നു, അവരങ്ങ് പോകുന്നു. കൂടുതലായിട്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് ചോദിച്ചറിയേണ്ട, നമുക്ക് എന്തെങ്കിലും തിരിച്ചവരെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതലും അത് ചോദിച്ചറിയേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്കവരെ തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് അതേ രീതിയിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പെൺകുട്ടീനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് തൊട്ടടുത്ത സമയത്തിന്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നമ്മൾ ഈ ചെറുക്കൻ്റെ എങ്ങനെയാണ് അവരെ ഒന്നിലേക്ക് അവരൊക്കെ അപ്രോച്ച് ചെയ്തതെന്ന് പറയാം? അതും ഒരു സത്യം പറഞ്ഞ ഒരു കഥയാണ്. കാരണം ഇതേപോലെ നോക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആലോചനകളുടെ എണ്ണം പൊതുവേ കുറവാണല്ലോ. കാരണം വിദ്യാഭ്യാസം കുറഞ്ഞ കുട്ടികൾ തീരെ കുറവാണ്. ഇപ്പൊ പഠിക്കാത്ത പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ +2 ആയിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ ആരുമില്ല, എല്ലാവരും ഒരു ഗ്രാജുവേഷൻ ലെവലിലുള്ള ആൾക്കാർ മാത്രമേ ഏറ്റവും കൂടുതലുള്ളൂ. അതെ, എൻ്റെ മകൻ കാണാനൊക്കെയാണ്, മര്യാദയുള്ളവനാണ്, അവന് ജോലിയുണ്ട്, വരുമാനമുണ്ട്, വീട് സ്ഥലമുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നാലും ആ അമ്മയ്ക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം കുറഞ്ഞാലും വിദ്യാഭ്യാസം കൂടിയ കുട്ടികളാണ്, ഇതൊക്കെയും ഒരു കാരണമാണെന്നറിയാം. അപ്പം ഇവിടെയും അത് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളൊരു സംശയം അമ്മയ്ക്കുണ്ട്. അത് പതുക്കെ പതുക്കെ അമ്മയ്ക്ക് മാറാൻ തുടങ്ങി. എന്നിട്ട് അമ്മ ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും അമ്മ ഒരു കാര്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് മാരേജും കൂടെ നോക്കിയാലോ? ഞാൻ ചോദിച്ചു, അമ്മ ഇതെന്താ പറയുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു, സെക്കൻഡ് മാരേജിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അമ്മ ഓക്കെ, അമ്മ എന്നിരുന്നാലും അമ്മയ്ക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് എന്നും മുളയിൽ നിന്ന് വിളിച്ചു, അമ്മയ്ക്ക് ഒരു ദിവസവും സംസാരിക്കാത്ത ഒരു ദിവസവും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞാൻ ഈ അതേ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ കണ്ടെത്തി. കുറച്ചധികം കൂടുതൽ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ, അത് മറക്കേണ്ട ആരും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഈ അച്ഛനെ വിളിച്ചപ്പോൾ
ഒരു പ്രത്യേകതയുണ്ട്. കാരണം സാധാരണ ആൾക്കാരിലേക്ക് പോകുമ്പോൾ ഇതേപോലുള്ള ഓഫീസുകളിൽ നിന്ന് വിളിക്കുമ്പോൾ അവർക്കൊരു ചിന്താഗതിയുണ്ട്, എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സർവീസിൽ നിന്ന് ഡീറ്റെയിൽസ് വാങ്ങിച്ചാൽ എൻ്റെ മകളുടെ വിവാഹം നടത്തി കൊടുക്കണമെങ്കിൽ അവർ കുറച്ചധികം കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങിക്കുകയോ എന്താണ് ഏതാണെന്ന് അറിയാം, അവർ തുറന്ന് ഓപ്പണായിട്ടൊന്നും ചോദിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ അവരതിൽ നിന്ന് പിന്മാറി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇത് അച്ഛൻ ഓൾറെഡി പറഞ്ഞ മറുപടിയിലൂടെ തന്നെ എനിക്ക് മനസ്സിലായി. അച്ഛന് എന്തോ ഒരു കാര്യം ഭയമാണ്, എന്താണെന്നുള്ള അറിയില്ല അച്ഛന്. പിന്നെ ഞാൻ അച്ഛനിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് നോക്കി. അച്ഛനോട് വീണ്ടും വിളിച്ചപ്പോഴൊക്കെ അച്ഛൻ തിരക്കിലാണ്, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞു പോകുന്നു. അപ്പം ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോക്കൊരു പെണ്ണുകാണൽ നടന്നിട്ടിരിക്കുകയാണ്, ഞാൻ പറയാം. പിന്നെ വിളിച്ചിട്ട് അച്ഛൻ കോൾ എടുക്കുന്നില്ല. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അച്ഛൻ്റെ ഒളിച്ചോട്ടം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ അതിൽ നിന്ന് വിട്ടുമാറിപ്പോയില്ല. വിളിച്ചിട്ട് വീണ്ടും ഞാൻ ചോദിച്ചു. നോർമലി ഡയറക്റ്റ് ഒരിക്കലും ഒരു ആൺകുട്ടിയുടെ വീട്ടുകാർ ചെയ്യാത്ത കാര്യമാണ് ഇങ്ങനെ പോകുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ വീണ്ടും വീണ്ടും വിളിക്കുക എന്നുള്ളത്. മാക്സിമം 3 പ്രാവശ്യത്തിൽ കൂടുതൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ തിരിച്ചു വരത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. അതെ. അപ്പൊ വീണ്ടും ഞാൻ അച്ഛനോടൊക്കെ വളരെ അച്ഛൻ സത്യസന്ധമായിട്ട്, അച്ഛൻ എന്തോ ഇവിടെ വിളിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി അച്ഛൻ, എന്താണ് കാരണം എന്നുള്ളത് ചോദിച്ചു. അച്ഛൻ ഇങ്ങനെ കാരണങ്ങൾ തുറന്നു പറഞ്ഞു. കാരണം ഇതിനു മുമ്പും ഇങ്ങനെ ഒരു ബ്രോക്കറോ ഓഫീസിൽ നിന്നൊക്കെ പ്രപ്പോസൽ വന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാം വരുന്നതല്ലാതെ എൻ്റെ മൂക്ക്, ഞങ്ങൾ വളരെ സാധാരണപ്പെട്ട ആൾക്കാരാണ്. അപ്പം ഞാൻ ആലോചിച്ചു, സത്യം പറഞ്ഞാൽ വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്. എനിക്ക് ആവശ്യം അതായിരുന്നു. കാരണം ഞാൻ ആദ്യം വിളിച്ചപ്പോഴൊന്നും അച്ഛനെ കുറിച്ചും അവരെ കുറിച്ചും ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. അതിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങി, ഞങ്ങൾ വളരെ സാധാരണപ്പെട്ട മനുഷ്യരാണ്, ഞങ്ങൾക്ക് നോർമൽ ഉള്ള സാധാരണ ജോലി ചെയ്യുന്നതാണ്. അമ്മ തൊഴിലുറപ്പിനും കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്, ഞാൻ അല്ലാത്ത ജോലികൾക്ക് പോകുന്നുണ്ട്. എൻ്റെ മോളുടെ വിദ്യാഭ്യാസം +2 ആണ്, പിന്നെ അല്ലാതെ എന്തൊക്കെയോ കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. ശരി. അപ്പം പിന്നെ ഇങ്ങനെയുള്ള അപ്പം ഞാൻ വിളിച്ചത് അപ്പം മോക്ക് നല്ലൊരു കാര്യം വന്നാൽ ഇല്ല, നമ്മൾ ഒരു ആലോചന ഇപ്പം വന്നിട്ടുണ്ട്, ഡ്രൈവറാണ്, നമുക്കതൊക്കെ മതി. ഗൾഫ് ഇത് പറ്റില്ല, അവരൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പറ്റുന്നതല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. അച്ഛൻ വീണ്ടും അതിൽ നിന്ന് അച്ഛൻ അങ്ങോട്ട് മനസ്സിലാക്കി പോകുന്നു, എസ്കേപ്പ് ചെയ്യുന്നു. അപ്പം ഞാൻ അച്ഛൻ അമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അമ്മയുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അമ്മയുടെ ഒന്ന് ഫോൺ കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ പ്രശ്നമുണ്ട്, ഇത് അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, ഗൾഫല്ലേ, വിദ്യാഭ്യാസം അതാണെങ്കിലും. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ ആൺകുട്ടിയുടെ വീട്ടുകാരെ എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിനേക്കാളുപരി ഇപ്പം നമ്മളിങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മുടെ മകൾക്ക് കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് നോക്കിക്കൂടാ എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, മോളെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എന്നിരുന്നാലും ഭയം. ആഗ്രഹമുണ്ട് നല്ലൊരു ബന്ധം കിട്ടണം എൻ്റെ മുഖം. പക്ഷേ മുന്നോട്ട് പോകുമ്പം എല്ലാ ഇതേപോലുള്ള ആലോചനകൾ വരുന്നതേ ഉള്ളൂ. പലരും ഇങ്ങനെ നമുക്ക് വാഗ്ദാനങ്ങൾ തരും, നല്ല ആലോചനയാണ്, നിങ്ങൾ നോക്ക്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കാര്യത്തോടടുക്കുമ്പം അത് കുറവ് ഇത് കുറവ് എന്നൊക്കെ പറഞ്ഞ ആലോചനയായിട്ട് ആരും മുന്നോട്ട് പോയില്ല. അപ്പോൾ ഇതും അതുപോലെ ആയി പോകും. ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്ത് ഇത് പൂർണ്ണമായിട്ടും എല്ലാം ചേർന്ന് തന്നെ അങ്ങനെ പോവില്ല. ആദ്യമേ തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താ കാര്യങ്ങളാണ്, നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ആൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുകയുള്ളൂ. പൂർണ്ണമായിട്ടും അതെല്ലാം പറഞ്ഞിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു. ശരി. അതേപോലെ തന്നെ നമ്മുടെ ആൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് പോലും, ഞാനിപ്പോൾ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഇവരെല്ലാം സാധാരണ മനുഷ്യരാണ്, ഇവരെക്കുറിച്ച് ഒരുപക്ഷെ അവർക്കത് അത്രത്തോളം പറഞ്ഞിരുന്നാലും ബോധ്യപ്പെടണമെന്നില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ ഞാൻ എന്ത് ചെയ്തു, ആൺകുട്ടിയുടെ അമ്മയും പെൺകുട്ടിയുടെ അമ്മയും തമ്മിൽ ഒരു കോൺഫറൻസ് കോളിലൂടെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർക്ക് രണ്ടുപേരും അവരവരുടെ കാര്യങ്ങളെല്ലാം അവർ പങ്കിട്ടു. അതായത് നമ്മൾ അവരെ കോൺഫറൻസ് കോളിൽ വിളിച്ച് ഇവർ തമ്മിലൊരു ഏകദേശം ഒരു ബന്ധം ആക്കിയതിന് ശേഷം, അതായത് സംസാരിക്കാതെ തന്നെ ആദ്യമേ തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് ആൺകുട്ടിയുടെയും അവരുടെയും തിരിച്ച് ഇവരുടെയും എല്ലാം വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു കോൺഫറൻസ് കോളിലേക്ക് പോകുമ്പോൾ രണ്ടുപേർക്കും രണ്ട് ഫാമിലിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റി. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ്. ആ സംസാരത്തിലൂടെ ഒരു അപരിചിതരാണ് എന്നൊരു ഫീല് വന്നില്ല. ആൺകുട്ടിയുടെ അമ്മയ്ക്ക് എൻ്റെ മോന് വേണ്ടിയിട്ട് ആലോചിക്കുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ എൻ്റെ മോന് വേണ്ടിയിട്ട് കെട്ടാൻ പോകുന്ന കുട്ടി എന്നുള്ളൊരു ഫീലും, പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എൻ്റെ മോക്ക് നല്ലൊരു ജീവിതം കിട്ടൂ ഇല്ലേ എന്നുള്ള രീതി,
മനസ്സിലായല്ലേ? അപ്പൊ അവർക്ക് അത്രയും സന്തോഷം, അവർ ആഗ്രഹത്തോടു കൂടി ആ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ സംസാരിച്ച് ആ സംസാരത്തിലൂടെ തന്നെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം സത്യം പറഞ്ഞ വർഷങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരുന്ന വിവാഹാലോചന മാസങ്ങൾക്കുള്ളിൽ നടത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു സ്റ്റോറിയുള്ള ഒന്ന്. അതെ, ആൾക്കാരുടെ മനോഭാവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതൊരു പ്രൊപ്പോസൽ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു പ്രൊപ്പോസൽ സംസാരിച്ചാലും ഓപ്പോസിറ്റ് പാർട്ടിയായിട്ട് എങ്ങനെ നമ്മളത് സംസാരിക്കുന്നു, എങ്ങനെ നമ്മൾ എത്രമാത്രം അവരുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അവരെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു, ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ആളുടെ അടുത്ത് എത്തിച്ചു കൊടുത്താൽ ഏതൊരു വിവാഹവും നമുക്ക് ഈസി ആയിട്ട് നടത്താൻ പറ്റും, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തൊരു വിദ്യാഭ്യാസവും ഒരു ജോബും ഇതൊന്നും ഒരു മാറ്റമല്ല എന്നുള്ളതാണ്. എങ്ങനെയാണോ ശരിക്കും അവരെന്താണെന്ന് ഓപ്പോസിറ്റ് ആൾക്കാർക്ക് റിയാലിറ്റിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് ഈ ഒരു പ്രൊപ്പോസൽ നോക്കാൻ തയ്യാറാകും. അങ്ങനെ തീർച്ചയായിട്ടും എല്ലാവർക്കും വിവാഹാലോചന നോക്കുന്ന പുരുഷന്, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ പുരുഷന് മിനിമം വിദ്യാഭ്യാസവും അതനുസരിച്ചിട്ടുള്ള ഒരു വരുമാനവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിവാഹം നടക്കും. അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, മാച്ച് മേക്കിംഗ് സ്റ്റോറിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത അദ്ദേഹത്തിൽ കാണാം. നമസ്കാരം.